ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങളിപ്പോൾ ഏത് ചാനൽ എടുത്തു നോക്കിയാലും ഓപ്പറേഷൻ സിന്ദൂർ ബേസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചുകൊണ്ട് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസസ് ആണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോക്ക് ഡ്രില്ലിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ, എങ്ങനെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു വാർ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, സിവിലിയൻസിനടക്കമുള്ള പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെയാണ് ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളിലും നടക്കുന്ന ഒരു സംഭവം. ഡെയിലി നമുക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നു, ഈ ലോകരാജ്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ മുതൽ നമ്മുടെ ലോക്കൽ ന്യൂസ് വരെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യത്തെ പറ്റി ഓവറോൾ ബ്രീഫിംഗ് ഒരു 10 മിനിറ്റിനുള്ളിൽ കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് കൺസിഡർ ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് വരാം. ഈ ഒരു പഹൽഗാം അറ്റാക്ക് ഉണ്ടായ സമയം മുതൽ തന്നെ വന്നിട്ടുള്ള ഏറ്റവും അധികം കമന്റ്സ് ആണ് എന്തുകൊണ്ട് ഇന്ത്യൻ ആർമി തിരിച്ചടിക്കുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു തുടങ്ങിയ റിലേറ്റഡ് ആയ 100 കണക്കുള്ള കമന്റ്സുകൾ നമ്മൾ തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേ നമ്മൾ ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു വാർഫെയറിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം തുടങ്ങിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ട് മോക്ക് ഡ്രിൽസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്റ്റേറ്റിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മോക്ക് ഡ്രിൽസ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇന്ന് 4 മണിക്ക് നടന്നിരുന്നു. നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്തതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നതും ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ ഫേസ് ചെയ്യാം, അതായത് ഇപ്പോൾ ഒരു വാർ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സിവിലിയൻ പ്രതികരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ ഇങ്ങനൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഈ പറഞ്ഞ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ നമുക്ക് തരാൻ കഴിയും, അതുപോലെ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു കൂടുതലും. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു മോക്ക് ഡ്രിൽസ് ഒക്കെ നടത്തുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഒരു പോയിന്റോടെ ഞാൻ വീണ്ടും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതായത് നമ്മൾ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം വാർഫെയറിനെ പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല. അത്തരം റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു വാട്ടർ റൈഡ് പോവുകയാണ്, വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ബോട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈഫ് ജാക്കറ്റ് ഇടേണ്ട എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഒരു ഇൻസ്ട്രക്ടർ അവിടെ കാണും. അതായത് നമുക്ക് ആ കയറുന്ന ഗൈഡ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് ഈ പറഞ്ഞ സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഡിഫൻസ് പരമായിട്ട് എന്താ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ സ്കൂൾ ലെവൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഇത്തരം ടൂറിസ്റ്റ് പ്ലേസസിൽ പോകുമ്പോൾ അത്തരം റിലേറ്റഡ് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളൊരു ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു ഗൈഡിനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ഇത് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. നിങ്ങളെ ഗണ്ണെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഈ പറഞ്ഞ രീതിയിൽ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഇത് നമ്മുടെ നേരെ ഒരു ടെററിസ്റ്റ് ഗൺ പോയിന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് വി ഡു, അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയുള്ള ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രാക്ടിക്കലി ആയിട്ടുള്ള ഒരു പ്രോപ്പർ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാനത് പറയാനൊരു റീസണും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, നമുക്ക് അതിനെപ്പറ്റിയുള്ള പ്രോപ്പർ ഒരു പ്രാക്ടീസ് വേണം. അതില്ലാത്ത പക്ഷം നമ്മൾ ആ കാണിക്കുന്ന ധീരത വെറും മണ്ടത്തരമായി തീരും, അല്ലേ? അപ്പോൾ അത്തരം ഒരു ക്ലാസ്സുകളിലൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നി. ഈ ഒരു മോക്ക് ഡ്രില്ലിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെ. എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, ഈ പറഞ്ഞ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ആ ഒരു പ്രാക്ടീസിൽ നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ എങ്ങനെ കാമഫ്ലാജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും മെയിൻലി പറഞ്ഞത്. എങ്ങനെ ഡാംസിനെ ആണെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഏരിയാസിലൊക്കെ ആണെങ്കിലും ആ ഏരിയാസ് ഒക്കെ ഇപ്പം ഏരിയൽ വ്യൂവിൽ നോക്കുമ്പോൾ നോർമലി ഫൈറ്റർ ജെറ്റ്സിനൊന്നും മനസ്സിലാവാത്ത രീതിയിൽ എങ്ങനെ കാമഫ്ലാജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു മെയിൻലി ഈ മോക്ക് ഡ്രിൽ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് ആദ്യം കേട്ടിരുന്ന സർക്കുലേഷൻസ് ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമൊക്കെ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത സംഭവമാണ്, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കുറച്ച് അറിവുകളൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് മെഡിക്കലി എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പം നമ്മുടെ കൂടെ ഉള്ളവർക്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഓവറോൾ ഒരു ചെറിയ ബ്രീഫിംഗ് എന്നുള്ള നിലയിലായിരുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇതിലുള്ള ഏറ്റവും വലിയ എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് ഒരു വെപ്പൺ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റ്, അതായത് ഒരു വെപ്പൺ കൊണ്ട്, അതായത് ഇപ്പോൾ ഒരു ഗണ്ണ് പോലൊരു സംഭവം കൊണ്ട് നമ്മളെ ഒരു ടെററിസ്റ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം തുടങ്ങിയ കാര്യത്തെ പറ്റി നമുക്ക് ഇപ്പോഴും നമ്മൾ അൺനോൺ ആണ്. നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സസിലെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്രിക്കോഷൻസ്, നമുക്കിത് സംഭവിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ,
സംഭവിച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്ന മെഡിക്കൽ ഫെസിലിറ്റീസിനെ പറ്റിയും ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നത്. അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ സ്റ്റിൽ നമുക്ക് ഈ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നേ നന്നായിരുന്നു എന്ന് തോന്നുന്നു. നോർമൽ സിവിലിയൻസിന് ഇത് അറിയാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മിലിറ്ററി സേവനങ്ങളൊന്നും കമ്പൽസറി അല്ല. അതേസമയം മറ്റു ചില രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കമ്പൽസറി ആണ്. നമ്മുടെ ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു കമ്പൽസറി സംഭവമായിട്ടൊന്നും നമ്മുടെ ലോ പ്രകാരം ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു തോന്നി. ഈ ഒരു അറ്റാക്ക് നടന്ന സമയം മുതലേ ആ ഒരു ഫസ്റ്റ് കണ്ടന്റിലെ ഞാനിത് പറഞ്ഞതാണ്, എല്ലാ സിവിലിയൻസും മസ്റ്റായിട്ട് മിലിറ്ററിയിൽ ഇത്ര നാൾ സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളൊരു സംഭവം വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൂടുതൽ സിവിലിയൻസും ഇത്തരം ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചേനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിലേക്ക് പോയത്. അതൊരിക്കലും വളരെ പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. ഒരു സെൽഫ് ഡിഫൻസ് പരമായിട്ടുള്ള കുറേ അധികം ക്ലാസ്സുകൾ ഈ പറഞ്ഞ സ്കൂൾ സെഷൻസ് മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അതിനൊരു തുടക്കമാവട്ടെ, കൂടുതൽ പേരിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തട്ടെ. അതായത് ഇങ്ങനെ ഒരു ഗൺ എയിം ചെയ്ത ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു ഗണ്ണിന്റെ മാഗസിൻ ഊരി മാറ്റാനേലും ഉള്ള നോളജ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്തുകൂടെ? ഈ ഒരു പ്രോപ്പർ അറിവില്ലാതെ ആ ഒരു ധൈര്യം മാത്രം കൊണ്ട് മുന്നേ കയറി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ തോക്കിനിരയാവും. സോ ദാറ്റ് ഈ ഒരു സെൽഫ് ഡിഫെൻസ് കൃത്യമായിട്ട് അത് പഠിപ്പിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി എ ഹ്യൂജ് ഹെൽപ്പ്. സോ ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരം കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാനും കേൾക്കാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ നല്ല നമസ്കാരം.